ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറാമിക് ജോർജ്. ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ ടൂറിസം ഡയറക്ടർ മന്ത്രി PA മുഹമ്മദ് റിയാസിന് ഇന്ന് റിപ്പോർട്ട് നൽകാനും പോകുന്നു. ഈ ഘട്ടത്തിൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക്, ഒപ്പം മറ്റിടങ്ങളിൽ എത്രത്തോളം സുരക്ഷിതമാണ് വിനോദസഞ്ചാരം എന്നതുകൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. കുഴിപ്പള്ളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് അലി അക്ബർ ഷാ, തൂവൽ തീരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് മുബഷിർ പി അക്ബർ എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. അതിൽ അലിയും മുബഷിറും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പോലും തയ്യാറായാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഗുഡ് ഈവനിംഗ് ഓൾ. ആദ്യം നമുക്ക് ആദിലിൽ നിന്ന് തുടങ്ങാം. ആദിൽ നിൽക്കുന്ന ഇടത്തേക്ക്, വർക്കലയിലേക്ക് എത്തുമ്പോൾ അപകടമുണ്ടായി. അപകടത്തെ തുടർന്നുള്ള അന്വേഷണം നടക്കുന്ന സാഹചര്യമാണല്ലോ നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണ ചുമതല. ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രാഥമികമായി ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അതേക്കുറിച്ച് എന്താണിപ്പോൾ കളക്ടർ അടക്കമുള്ളവർ നടത്തുന്ന വിലയിരുത്തൽ? വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് വർക്കലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സുജയ. അപകടമുണ്ടാകുന്നത് ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച ബീച്ചിലേക്ക് ഒരാളും വിനോദസഞ്ചാരത്തിന് പോകരുത് എന്ന നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ പ്രവർത്തിപ്പിച്ചത്. അങ്ങനെ കനത്ത തിരമാലകൾ, ഉയർന്ന തിരമാലകൾ, 1 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുകയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൈവരി തകർന്നു പോവുകയും ചെയ്തത്. അപ്രതീക്ഷിതമായി ഉണ്ടായ തിരമാലയാണ്, അപ്രതീക്ഷിതമായി ഉണ്ടായ വലിയ ഉയർന്ന തിരയാണ്, ശക്തമായ തിരയാണെന്നൊക്കെ പറയുമ്പോഴും മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുത്തരം പറയേണ്ടി വരിക. ഈ മുന്നറിയിപ്പുള്ളപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കരുത് എന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്ന ചെന്നൈ ആസ്ഥാനമായ ജോയ്സ് വാട്ടർ സ്പോർട്സ് കമ്പനിയും സർക്കാരും തമ്മിലുള്ള വ്യവസ്ഥയിൽ, ഒരു കരാറിൽ ഒരു വ്യവസ്ഥയാണത്. ആ വ്യവസ്ഥ ലംഘിച്ചു എന്ന പ്രാഥമിക കണ്ടെത്തൽ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ സർക്കാർ ഏജൻസികൾ, 2 സർക്കാർ ഏജൻസികൾക്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അഡ്വഞ്ചർ ടൂറിസം, ഒപ്പം DTPC ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൂടിയാണ്. ഈ 2 ഏജൻസികളിൽ നിന്നും ഒരു തരത്തിലുള്ള മേൽനോട്ടമോ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതും പ്രധാനമാണ്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണത്തിൻ്റെ ചുമതല. ഒപ്പം ടൂറിസം ഡയറക്ടർ ഈ കണ്ടെത്തലുകൾ വിശദീകരിച്ച് ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയുന്നത്. ഓക്കെ ആദിൽ പാലോട്, ആ റിപ്പോർട്ട് കൈമാറുമ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ഇതാണ് ഉണ്ടായ അപകടത്തിന്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സംബന്ധിച്ചുള്ള വിവരം.